ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിലവ് കുറഞ്ഞതും എന്നാൽ ചില പ്രത്യേക ചെടികൾക്ക് വളരെ കൂടുതൽ ഗുണം കിട്ടുന്നതുമായിട്ടുള്ളൊരു ജൈവ വളമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വളം എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ പഴവർഗ്ഗ ചെടികൾക്കും ഒക്കെ ഉൽപ്പാദനക്ഷമത കൂട്ടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാതള നാരങ്ങയും സാധാരണ നാരങ്ങയാണെങ്കിലും ഒന്നും ശരിയായിട്ട് കായ്ക്കുന്നില്ല, വളരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും അതിന് കായ്കൾക്ക് വലിപ്പക്കുറവ്, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അത് മണ്ണിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ തലമുടിയിൽ പെക്റ്റിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് നമ്മൾ മണ്ണിൽ കൂടുതൽ ചേർക്കുന്നത് വഴി നമ്മുടെ ചെടികളുടെ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടും. അപ്പോൾ തലമുടി അഴുകി കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും മണ്ണിൽ ഇത് നന്നായിട്ട് അഴുകി ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. നല്ല റിസൾട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് തലമുടി. സ്ത്രീകളൊക്കെ ആണെങ്കിൽ മുടി ചീകുമ്പോൾ ആ മുടി നമ്മൾ വെറുതെ എടുത്ത് മണ്ണിലോട്ട് കളയാതെ അതിന് പകരം നമ്മൾ ടിന്നിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഒന്നിച്ചതൊരു വളമാക്കി മാറ്റാം. നമുക്ക് കുറച്ച് ഒന്നിച്ചുണ്ടാകുമ്പോൾ നമുക്കതൊരു വളമാക്കി മാറ്റാം. തലമുടി വളരെ വേഗത്തിൽ മണ്ണിൽ അലിഞ്ഞ് ചേരാനായിട്ട്, അതായത് നമ്മൾ സാധാരണ അലിഞ്ഞ് ചേരുന്ന സമയത്തേക്കാളും കുറച്ചുകൂടി നേരത്തെ നമുക്കിത് വളമാക്കി മാറ്റിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം ചേർക്കുന്ന ഒരു സംഭവമാണ് പച്ചച്ചാണകം. പച്ചച്ചാണകം തന്നെ വേണം, ഉണക്കച്ചാണകം പോരാ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചച്ചാണകവും അതുപോലെ മുടിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് കുരുവില്ലാ നാരകത്തിൻ്റെ ചുവട്ടിലാണ് കുഴിച്ചിടാൻ പോണത്. അപ്പോൾ ഇത് ഒരു വർഷമായിട്ടുണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം വെച്ചിട്ട്. അപ്പോൾ എന്തായാലും കായ്ച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ മുടി കളക്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റീവൻ ചേട്ടൻ വേറൊരു ചെടിക്കാണ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാരകത്തിൻ്റെ റിസൾട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മണ്ണിൽ കുഴിച്ചിടുക. ഇപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് മുടിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ മുടിയൊക്കെ കിട്ടുമെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാർബർ ഷോപ്പിൽ നിന്നൊക്കെ മുടി ശേഖരിച്ച് കൃഷിയിടങ്ങളിലെ പല ഭാഗത്തായിട്ട് കുഴിയെടുത്തിട്ട് അവിടെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ടോട്ടലുള്ള ആ ഒരു ഗുണമേന്മ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വളം ഏതൊക്കെ ചെടികൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കറിവേപ്പിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുന്നത്. അതുപോലെ ചെറുനാരകത്തിന് വളരെ സൂപ്പറാണ്. അതുപോലെ തന്നെ ചെറുനാരകം അല്ലാതെ മറ്റു നാരക ഇനങ്ങൾക്ക് എല്ലാത്തിനും തന്നെ പറ്റും. പേരയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പലരും പറയാറുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നമ്മൾ ഈ ഒരു മുടി ഉപയോഗിച്ചിട്ടുള്ള വളം നമ്മൾ നൽകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മാതള നാരങ്ങയ്ക്കും വളരെ നല്ലതാണ്. കായ്കൾക്ക് പല പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം മാറി നല്ല വിളവ് കിട്ടാനായിട്ട് പതിവായിട്ട് ഈ ഒരു വളം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഇത് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലുള്ള വിളകൾക്ക് കൂടുതൽ നല്ല കരുത്തോടെ വളരാനും വിളവ് കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയ പുതിയ അറിവുകൾ പരസ്പരം നമുക്ക് പങ്കുവയ്ക്കാം. ഇത് പച്ചക്കറികൾക്ക് ഏതിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ചീര, വെണ്ട, വഴുതന ഇതുപോലുള്ള പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. ഇത് പഴച്ചെടികൾക്ക് മാത്രമല്ല, ഇതേപോലുള്ള പച്ചക്കറികൾക്ക് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉൽപ്പാദനം കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് മുതൽ മുടി ആരും വെറുതെ കളയരുത്, അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും തീർച്ചയായിട്ടും. ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.